എന്താ എന്തു പറ്റി? ശരിക്കും ഇത് നീയാണോ ഉണ്ടാക്കിയത്? എന്താ അങ്ങനെ ചോദിച്ചേ? നമുക്ക് കല്യാണം കഴിഞ്ഞ സമയത്തെ നീ ഭക്ഷണം ഉണ്ടാക്കിയ ഞാൻ കഴിക്കണോ വേണ്ടയോ എന്ന് പേടിക്കോ അറിയോ? ഞാനെന്താ അത്ര മോശമായിട്ടാ കുക്ക് ചെയ്തിരിക്കുന്നത്? ശരി ദേഷ്യപ്പെടല്ലേ, പക്ഷെ ഇപ്പൊ കണ്ടില്ലേ നീ ഉണ്ടാക്കുന്ന എല്ലാ ഭക്ഷണവും നല്ല ടേസ്റ്റ് ആയിട്ടും സൂപ്പർ ആയിട്ടും ഉണ്ട്. ഇത്രയും കാലമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി തരുമല്ലേ, കുറച്ചെങ്കിലും ഇംപ്രൂവ്മെന്റ് ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ? ഞാൻ പോയിട്ട് വരാവേ. സൂക്ഷിച്ചു പോയിട്ട് വാ. ശരി ഏട്ടാ, വൈകിട്ട് കുറച്ച് നേരത്തെ വരുമോ? നമുക്ക് സിനിമയ്ക്ക് പോകാം. സോറി ട്ടോ, ഓഫീസിലൊന്നും ഒരുപാട് ജോലിയുണ്ട്. വേറൊരു ദിവസം തീർച്ചയായും പോവാം. എന്താ? പോയിട്ട് വരാവേ. ആരാ വേണ്ടത്? നമസ്കാരം മാഡം. നമസ്കാരം. എൻ്റെ പേര് രവി. ഞാനൊരു പുതിയ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് വരിക. പറയൂ. ഞങ്ങളുടെ കമ്പനി ഇപ്പോൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ആദ്യം ജോയിൻ ചെയ്യുന്ന 100 പേർക്ക് സ്പെഷ്യലായിട്ട് ഓഫർ കൊടുക്കുന്നുണ്ട് മാഡം. ആദ്യം ജോയിൻ ചെയ്യുന്ന 100 പേർക്കും 10 ലക്ഷത്തിന്റെ ഇൻഷുറൻസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. എന്ത് ഫ്രീ ആയിട്ടോ? അപ്പൊ കാശ് തരേണ്ട ആവശ്യമില്ലേ? വേണ്ട മാഡം, അത് മാത്രമല്ല, നിങ്ങളുടെ ഹസ്ബൻഡ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. അവിടെ വെച്ച് അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിക്കാൻ പറ്റാത്തത് സംഭവിച്ചാൽ 1 കോടി രൂപയ്ക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാം മാഡം. കൊള്ളാലോ. വേറെന്തെങ്കിലും ഉണ്ടോ? എന്താ മാഡം, മൊത്തം കാര്യങ്ങൾ ഇങ്ങനെ പുറത്തുനിന്ന് തന്നെ പറയണോ? അകത്തേക്ക് വിളിച്ച് എന്തെങ്കിലും കുടിക്കാനൊക്കെ തന്ന്. മാഡം, കാപ്പി നല്ല സൂപ്പർ ആയിരുന്നു. താങ്ക്സ്. മാഡം, നിങ്ങൾ ഈ രജിസ്ട്രേഷൻ ഫോമിലൊന്ന് സൈൻ ചെയ്താൽ മാത്രം മതി. ശരി. ദാ ഇവിടെ, പിന്നെ ഇവിടെ, ദാ ഇവിടെ ഒന്ന് സൈൻ ചെയ്ത് തരണേ. ശരി. മാഡം, മാഡത്തിന് പാൻ കാർഡ് ഉണ്ടോ? ഉണ്ടല്ലോ. ആധാർ കാർഡ്? നിക്ക്, ഞാൻ ചെന്ന് രണ്ടും എടുത്തോണ്ട് വരാം. ശരി മാഡം. മാഡം, ഒറിജിനൽ ആവശ്യമില്ല, ഇതിന്റെയൊക്കെ കോപ്പി എടുത്ത് തന്നാൽ മതി. ഓക്കെ, ഒന്ന് നിക്കേ. ഇരിക്കും മാഡം. താങ്ക് യു മാഡം. ഓക്കെ മാഡം, നിങ്ങൾക്ക് ഇനി ഒരു 10 ദിവസത്തിനുള്ളിൽ പോളിസി ഡോക്യുമെന്റ് രജിസ്റ്റർ പോസ്റ്റിൽ ഇവിടെ എത്തും. ശരി. കൺഗ്രാറ്റ്സ് മാഡം, നിങ്ങൾക്ക് 1 കോടി രൂപയുടെ ഇൻഷുറൻസ് പോളിസി ലഭിക്കാൻ പോവാ. താങ്ക് യു സോ മച്ച്.
ഏട്ടാ, ഇന്നൊരു പുതിയ ഇൻഷുറൻസ് കമ്പനിന്ന് ഒരാൾ വന്നിരുന്നു. ഇൻഷുറൻസ് ഫ്രീ ആയിട്ട് തരാന്നാ പറഞ്ഞത്. 15 ലക്ഷം രൂപയ്ക്ക് ഹെൽത്ത് ഇൻഷുറൻസും നമുക്ക് എന്തെങ്കിലും പറ്റിയാ നോമിനിക്ക് 1 കോടി രൂപയും കിട്ടുമെന്നാ പറഞ്ഞത്. സത്യമാണോ? ഉം. അതല്ല, ഈ കാലത്ത് ഇതൊക്കെ ആരാ ഫ്രീ ആയിട്ട് തരിക? എന്തായാലും എന്താ, നമ്മൾ കാശ് കൊടുക്കണ്ടല്ലോ, അതുകൊണ്ട് സൈൻ ചെയ്ത് കൊടുത്തേ. ഇപ്പോഴൊക്കെ എൻ്റെ ഭാര്യയുടെ ബുദ്ധി കുറച്ച് കൂടുന്നുണ്ടല്ലോ. ആ ഡി, എന്തു പറ്റി? എന്തിനാ പെട്ടെന്ന് വരാൻ പറഞ്ഞേ? എന്താടി ഇത്? അഞ്ച് ലക്ഷം രൂപയ്ക്ക് ലോൺ എടുത്തിട്ടുണ്ടോ നീ? നീ ആർക്കെങ്കിലും ലോൺ അപ്ലൈ ചെയ്തിട്ടുണ്ടോ? ഇല്ല ഏട്ടാ, പിന്നെ എങ്ങനെയാ ലോൺ സാങ്ഷൻ ആയത്? എനിക്കറിയില്ല. ഞാൻ അറിയാതെ നീ ബാങ്കിൽ ലോൺ വല്ലതും അപ്ലൈ ചെയ്തിട്ടുണ്ടോ? ഇല്ല, പിന്നെ എങ്ങനെയാണ് ഈ സാങ്ഷൻ ആയത്? അറിയില്ല ഏട്ടാ. നീ എന്തിനോട് ഇങ്ങനെ നുണ പറയുന്നേ? അയ്യോ, ഞാൻ നോണ പറയല്ല, സത്യമാ പറയുന്നേ. അന്ന് ഇൻഷുറൻസിൽ ഒരാൾ വന്നില്ലേ, അവനാ ഞാൻ പാൻ കാർഡും ആധാർ കാർഡിന്റെയും സെറോക്സ് ഒക്കെ കൊടുത്തത്. അവൻ തന്ന ഡോക്യുമെന്റ്സിലും സൈൻ ചെയ്ത് കൊടുത്തു. അവനിങ്ങനെ പറ്റിക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഏട്ടാ, അവൻ എന്നെ ശരിക്ക് പറ്റിച്ചു അല്ലേ? അതേടി, അവന് നെറ്റിയിലും നല്ലോണം മുളകരച്ച് തേച്ചു. എല്ലാം ഞാൻ കാരണം, എന്റെ മണ്ടത്തരം കാരണമായി 5 ലക്ഷത്തിന്റെ കടംകാരിയായത് ഞാൻ. എന്നോട് ക്ഷമിക്കേട്ടാ. കരയില്ല മീനെ, നമ്മളിങ്ങനെ കരുതുന്നത് കൊണ്ട് മാത്രം നമ്മുടെ പ്രശ്നങ്ങളൊന്നും ശരിയാവാൻ പോകുന്നില്ല. നമുക്ക് പോലീസ് സ്റ്റേഷനിലോട്ട് പോയിട്ട് അവനെതിരെ കംപ്ലൈന്റ് കൊടുക്കാം.